കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പാരഗ്രാഫ് 30-31 ദൈവത്തെ അറിയുന്നതിനുള്ള വഴികൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പ്രപഞ്ചത്തെ അനുഭവിച്ചറിയുന്നത്. അങ്ങനെ പ്രപഞ്ചത്തെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഓരോ സാധാരണ മനുഷ്യനും പ്രപഞ്ചത്തിന് അതീതമായ ദൈവമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാനായി കഴിയും. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവശാസ്ത്ര പണ്ഡിതനാണ് വിശുദ്ധ തോമസ് അക്വിനാസ്. ഈ വിശുദ്ധൻ ആദ്യ കാര്യക്ഷമമായ കാരണത്തിലൂടെ ഒരു സാധാരണ മനുഷ്യന് ദൈവത്തെ അറിയാനായി സാധിക്കും എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ഈ ആദ്യ കാര്യക്ഷമമായ കാരണം? നമുക്ക് നോക്കാം. മൈക്കലാഞ്ചലോയുടെ പ്രശസ്തമായ ഒരു മാർബിൾ ശില്പമുണ്ട്, പിയേത്ത. കർത്താവായ യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയിരിക്കുന്ന ശില്പം. ഈ മനോഹര ശില്പം നിങ്ങളിപ്പോൾ കാണുകയാണെന്ന് കരുതുക. ഈ ശില്പമാണ് ഈ ശില്പത്തെ ഉണ്ടാക്കിയതെന്നോ ശൂന്യതയിൽ നിന്നാണ് ഈ ശില്പം ഉണ്ടായതെന്നോ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. മൈക്കലാഞ്ചലോ ഇപ്പോഴും അവിടെ നിന്ന് പിയാത്ത ഉണ്ടാക്കുന്നില്ല. ആ ശില്പി മൺമറഞ്ഞുപോയി. എങ്കിലും ഈ പിയാത്ത എന്ന ശില്പം കാണുമ്പോൾ അതിന്റെ കാര്യക്ഷമമായ കാരണം മൈക്കലാഞ്ചലോ എന്ന ശില്പിയാണെന്ന് നമുക്കറിയാം. ഇതുപോലെ പ്രപഞ്ചത്തിൽ കാണുന്ന, കേൾക്കുന്ന എന്തിനും ഓരോ ഫലത്തിനും ഒരു കാരണമുണ്ട്. ദാ നിങ്ങളുടെ മുന്നിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഡിസൈൻ ചെയ്ത മനോഹരമായ ഒരു കുഞ്ഞു ബോൾ വന്നു വീണു എന്ന് കരുതുക. ഈ ബോൾ ശൂന്യതയിൽ നിന്നാണെന്ന് ആരും കരുതുന്നില്ല. ഈ ബോൾ ഇങ്ങനെ വന്നു വീഴാനായി അതിന്റെ പുറകിൽ ഒരു കാരണമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ബോൾ വലുതായി വലുതായി പ്രപഞ്ചത്തിന്റെ വലുപ്പമായി എന്ന് കരുതുക. ഈ ബോൾ പ്രപഞ്ചത്തിന്റെ വലിപ്പമായതുകൊണ്ട് അതിന് പുറകിൽ കാരണമില്ല എന്ന് പറയുമോ? ആ പ്രപഞ്ചമാകുന്ന ബോൾ ശൂന്യതയിൽ നിന്നാണോ? ചിന്തിക്കുക. അതിന് പുറകിൽ ഒരു കാരണമുണ്ട്, ഒരു ആദ്യ കാര്യക്ഷമമായ കാരണം. സ്വയം വിശദീകരിക്കാനാകുന്ന, അനശ്വരമായ, ഒന്നിനെയും ആശ്രയിക്കേണ്ടാത്ത ദൈവമെന്ന ആദ്യ കാര്യക്ഷമമായ കാരണം. ദൈവമെന്ന ആദ്യ കാരണമില്ലായിരുന്നുവെങ്കിൽ ചങ്ങലക്കണ്ണികൾ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഒന്നിനെയും വിശദീകരിക്കാനാകുമായിരുന്നില്ല. ഒരു കുഞ്ഞുദാഹരണം പറയാം. വീടുകളെയൊക്കെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ചങ്ങലകളിൽ തൂങ്ങിക്കിടക്കുന്ന അലങ്കാര വിളക്ക് കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു അലങ്കാര വിളക്ക് നിങ്ങളുടെ ഊണുമുറിയിൽ നിങ്ങൾ തൂക്കിയിടാനായി തീരുമാനിക്കുന്നു എന്ന് കരുതുക. ഈ അലങ്കാര വിളക്ക് അങ്ങനെ തൂക്കിയിടണമെങ്കിൽ ചങ്ങലകളുടെ ചെറുതോ വലുതോ ആയ ഒരു ശൃംഖല അലങ്കാര വിളക്കിന്റെ ഒരു ഭാഗമായി ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? അലങ്കാര വിളക്ക് തൂങ്ങിക്കിടക്കുന്നതിന്റെ കാരണമായി അലങ്കാര വിളക്ക് ചങ്ങലക്കണ്ണി ഒന്നാമനെ ചൂണ്ടിക്കാണിച്ചാൽ ചങ്ങലക്കണ്ണി ഒന്നാമൻ പറയും, അല്ല ചങ്ങാതി, ഞാനല്ല അതിന് കാരണം, എനിക്ക് പുറകിലുള്ള ചങ്ങലക്കണ്ണി രണ്ടാമനാണ് അതിന് കാരണം. ചങ്ങലക്കണ്ണി രണ്ടാമൻ പറയും, അല്ല, മൂന്നാമനാണ്. ചങ്ങലക്കണ്ണി മൂന്നാമൻ ചങ്ങലക്കണ്ണി നാലാമനെ ചൂണ്ടിക്കാണിക്കും. ഇങ്ങനെ അനന്തമായി ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്നാൽ യഥാർത്ഥത്തിൽ അലങ്കാര വിളക്ക് തൂങ്ങിക്കിടക്കുന്നതിന്റെ കാരണം കിട്ടുമോ? ഇല്ല. ചങ്ങലക്കണ്ണികൾ എത്ര എണ്ണമുണ്ടെങ്കിലും അവസാനം വരുന്ന ചങ്ങലക്കണ്ണിയെ മച്ചിലെ ഹുക്കിൽ കൊളുത്തിയിടണം. നിങ്ങളുടെ ഊണുമുറിയിൽ അലങ്കാര വിളക്ക് തൂക്കിയിടാനായി നിങ്ങളെ സഹായിച്ചത് ഈ മച്ചിലെ ഹുക്കാണ്, മച്ചിലെ കൊളുത്താണ് ഇവിടെ ആദ്യ കാര്യക്ഷമമായ കാരണമായി നിൽക്കുന്നത്. ചങ്ങലക്കണ്ണികളെല്ലാം വെറും ഉപകരണങ്ങൾ മാത്രം. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ പ്രപഞ്ചവും? ചങ്ങലക്കണ്ണികൾ പോലെ പ്രപഞ്ചം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ എഫക്റ്റിനും യഥാർത്ഥ കാരണം എന്തായിരിക്കും? പ്രപഞ്ചം മുഴുവൻ തന്നിലായ, പ്രപഞ്ചത്തിനതീതമായി ഒരു ഫസ്റ്റ് അൺകോസ്ഡ് കോസായ ദൈവം, തന്റെ പുറകിലോട്ട് ചൂണ്ടിക്കാണിക്കേണ്ടാത്ത, മറ്റൊരു കാരണം തേടേണ്ടാത്ത, എല്ലാറ്റിൻ്റെയും മൂലകാരണമായ ദൈവം എന്ന യാഥാർത്ഥ്യം. ഊണുമുറിയുടെ മച്ചിൽ ഹുക്കില്ലായിരുന്നുവെങ്കിൽ അലങ്കാര വിളക്കില്ല എന്നതുപോലെ ദൈവമില്ലായിരുന്നുവെങ്കിൽ നമ്മളും നമുക്ക് ചുറ്റുമുള്ള ഒന്നുമില്ല. ഇപ്പോൾ ദൈവമേ എന്നുള്ളിൽ കൂടി ഒരു ചിന്ത പോയെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ സംശയത്തിന്റെ മുൾമുനയിലാണെങ്കിൽ, നമുക്ക് ഫിലോസഫിക്കലായി ഒന്ന് ചിന്തിക്കാം. തത്വശാസ്ത്ര അവലോകനം. എൻ്റെ കുട്ടിക്കാലത്ത് നടത്തിയ ബസ് യാത്രകളിൽ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിടുമ്പോൾ ഒരു മനുഷ്യൻ വലിയ പുസ്തകക്കെട്ടുമായി ബസ്സിലോട്ട് കയറും. എന്നിട്ട് അയാൾ ഇങ്ങനെ പറയും, എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? അമേരിക്ക കണ്ടുപിടിച്ചതാര്? കിളികൾ പറക്കുന്നത് എന്തുകൊണ്ട്? മുട്ടയാണോ ആദ്യമുണ്ടായത്, കോഴിയാണോ ആദ്യമുണ്ടായത്? തുടങ്ങി കൗതുകമുണർത്തുന്ന അനേകം ചോദ്യങ്ങളും ഉത്തരങ്ങളുമുള്ള ആ പുസ്തകം വായിച്ചാൽ കൊള്ളാമല്ലോ എന്ന് ആർക്കും തോന്നിപ്പോകും. അങ്ങനെ ഒരു പുസ്തകം നിങ്ങളുടെ അയൽവക്കക്കാരന്റെ കയ്യിലുണ്ടെന്ന് കരുതുക.
ആ പുസ്തകം വാങ്ങിക്കാനായി അയൽവക്കക്കാരന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെന്റെ ഭാര്യയുടെ കയ്യിലാണുള്ളത്. ഭാര്യയെ കാത്തിരുന്നു. ഭാര്യ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഈ ബുക്ക് എന്റെ കയ്യിലില്ല, അതെന്റെ സുഹൃത്തിന്റെ കയ്യിലാണ്. സുഹൃത്ത് പറഞ്ഞു, ഇതെന്റെ കയ്യിലില്ല, ഈ ബുക്ക് പ്രൊഫസറുടെ കയ്യിലാണുള്ളത്. പ്രൊഫസറുടെ കയ്യിലും ഈ ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് ലഭിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. ആരിൽ നിന്നും കടം വാങ്ങിക്കാതെ ആ ബുക്ക് സ്വന്തമായി ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ബുക്ക് ലഭിക്കുകയുള്ളൂ. ഈ ബുക്ക് പോലെ തന്നെയാണ് നിങ്ങളുടെ എക്സിസ്റ്റൻസ്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അസ്തിത്വം, നിലനിൽക്കുന്ന വസ്തു എന്നൊക്കെയാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ ആയിരിക്കുമല്ലോ. അപ്പോൾ ഫോൺ, കമ്പ്യൂട്ടർ ഇവയെല്ലാം ഈ നിമിഷം എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാം. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എക്സിസ്റ്റൻസ് ഉണ്ട്. എന്താണ് നിങ്ങളുടെ എക്സിസ്റ്റൻസിന് കാരണം? ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഒന്നിനും സ്വന്തം എക്സിസ്റ്റൻസിന് കാരണം താനാണ് എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ കഥയിലെ ബുക്ക് പോലെ തന്നെയല്ലേ നമ്മുടെ എക്സിസ്റ്റൻസും? ആരിൽ നിന്നും കടം വാങ്ങിക്കാതെ സ്വന്തമായി ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആർക്കും ഈ ബുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നാം കണ്ടു. അതുപോലെ സ്വന്തം പ്രകൃതി തന്നെ എക്സിസ്റ്റൻസ് ആയ ആദ്യ കാരണമായ ദൈവമാണ് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ കാരണം. ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ കാണുന്നു. എരിഞ്ഞു ചാമ്പലാകാതെ കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന മുൾപ്പടർപ്പിൽ നിന്ന് കർത്താവ് മോശയോട് പറഞ്ഞു, I am who I am. ഞാൻ തന്നെ.